അപ്പോൾ ഗണേശനെ ആരാധിച്ചിട്ട് തടസ്സമില്ലാതെ മുന്നോട്ട് പോകാൻ, ഗണപതി ഹോമം ചെയ്യാൻ സാധിക്കാത്ത സ്ഥലത്ത് ഓം ആരാധനാ സമ്പ്രദായത്തിൽ നേരെ ജപത്തിൽ, ആരാധനാ സമ്പ്രദായത്തിൽ ജപത്തിൻ്റെ കാര്യത്തിൽ സഹസ്രനാമ ജപം എന്നാണ് അതിനെക്കുറിച്ച് പറയുന്നത്. അപ്പോൾ സഹസ്രനാമ ജപം എന്ന് പറഞ്ഞാൽ എന്താണ്? സഹസ്രനാമങ്ങൾ പലതുണ്ട്. അപ്പോൾ അത് ഏത് സഹസ്രനാമം ജപിച്ചാലും ഫലം തന്നെയാണ്. അപ്പോൾ ഉദാഹരണത്തിന് വിഷ്ണു സഹസ്രനാമം എന്നാണ് പറയുന്നത്. വിഷ്ണു സഹസ്രനാമം ജപിച്ചത് എന്താണ്? ആ വിഷ്ണു സഹസ്രനാമം ജപിച്ചാൽ മോക്ഷപ്രധാനമാണ്, അതാണ് പറയുക. അതുകൊണ്ടാണ് നേരെ മരണശയ്യയിൽ കിടക്കുന്ന ഒരാളുടെ അടുത്ത് പോയിട്ട് വിഷ്ണു സഹസ്രനാമം ജപിക്കണം എന്ന് പറയാൻ കാരണം. അപ്പോൾ വിഷ്ണു സഹസ്രനാമം ജപിച്ചിട്ടാണ് ഭീഷ്മർക്ക് മോക്ഷം കിട്ടിയത്. അപ്പോൾ മോക്ഷപ്രധാനമാണ് വിഷ്ണു സഹസ്രനാമം എന്നാണ്. അപ്പോൾ വിഷ്ണുവിൻ്റെ സഹസ്രനാമം ജപിച്ചാൽ മോക്ഷം കിട്ടും. നമ്മുടെ ജന്മാന്തര ദുരിതങ്ങളും പാപങ്ങളൊക്കെ തീർന്ന് നമ്മളുടെ നേരെ വിഷ്ണുവിൻ്റെ ലോകത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കും. അതാണ് വിഷ്ണു സഹസ്രനാമത്തിന് പ്രാധാന്യം വരാൻ കാരണം. പിന്നെ രണ്ടാമതായിട്ട് ആളുകൾ നിരന്തരം ജപിക്കുന്നതാണ് സാക്ഷാൽ ഈ ലളിതാ സഹസ്രനാമ സ്തോത്രം എന്ന് പറയാം. ദേവീ സംബന്ധമാണ്. അപ്പോൾ ലളിതാ സഹസ്രനാമ സ്തോത്രം എന്ന് പറയുമ്പോൾ അതിന് കേവലമായിരിക്കുന്ന ഒരു നാമജപങ്ങൾ മാത്രമല്ല, വിഷ്ണുവിൻ്റെ 1000 നാമങ്ങളാണ് നമ്മൾ വിഷ്ണു സഹസ്രനാമത്തിൽ ജപിക്കുക. അപ്പോൾ വിഷ്ണുവിന് നിരവധി നാമങ്ങളുണ്ട്, അതിൽ 1000 നാമങ്ങൾ എടുത്ത് ജപിക്കും നമ്മൾ. അപ്പോൾ നാമം ജപിക്കുമ്പോൾ വിഷ്ണു നേരെ സന്തോഷിക്കും. അതാണ് നാമത്തിൻ്റെ പ്രത്യേകതയായിട്ട് വരിക. അതേപോലെ ലളിതാ സഹസ്രനാമത്തിലേക്ക് പറയുമ്പോൾ ആ ലളിതാ പരമേശ്വരി നമ്മുടെ ഉള്ളിലേക്ക് പ്രവേശിക്കലാണ് ലളിതാ സഹസ്രനാമത്തിൻ്റെ ആ ഫലം എന്ന് പറയും. കാരണം ലളിതാ സഹസ്രനാമം മറ്റു സഹസ്രനാമങ്ങളിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ്. കാരണം ലളിതാദേവി സാക്ഷാൽ നമ്മുടെ മൂലാധാരത്തിൽ കുടികൊള്ളുന്ന ദേവി എന്നാണ് പറയുന്നത്. അതാണ് യോഗമാർഗത്തിൽ നേരെ ആ ദേവി ഇങ്ങനെ നമ്മുടെ ഉള്ളിലേക്ക് ഇങ്ങനെ ഉയർന്ന് അങ്ങനെ വരും. അപ്പോൾ അത് മൂലാധാരത്തിൽ നിന്ന് നേരെ ശ്രീമാതയായിട്ട് വരുന്ന ദേവി നേരെ അവിടെ നിന്ന് നേരെ സ്വാധിഷ്ഠാനാംബുജഗത എന്ന് പറഞ്ഞ സ്വാധിഷ്ഠാന ചക്രത്തിൽ, പിന്നെ മണിപൂരകത്തിൽ, പിന്നെ അനാഹതത്തിൽ, പിന്നെ വിശുദ്ധിയിൽ, പിന്നെ ആജ്ഞാചക്രത്തിൽ വരും. പിന്നെ അവിടെ നിന്നാണ് മേൽപോട്ട് ഉയർന്നിട്ടാണ് കൈലാസരോഹിണി കടന്നിട്ട് സാക്ഷാൽ നമ്മുടെ സഹസ്രാര പത്മത്തിൽ ശിരസിലെത്തുമ്പോഴാണ് ശിവശക്തിക രൂപിണിയായിട്ട് വരിക. അപ്പോൾ ആ ദേവി നമ്മുടെ ഉള്ളിലൂടെ അങ്ങനെ പ്രവേശിക്കുമ്പോഴുള്ളതായിരിക്കുന്ന അനുഭവം ഉണ്ടല്ലോ, ആ അനുഭവമാണ് നമ്മുടെ, ആ വികാരമാണ് നമ്മുടെ ഐശ്വര്യം എന്ന് പറയാം. അപ്പോൾ അതാണ് നമ്മുടെ എല്ലാ സകല രോഗങ്ങൾക്കും നേരെ ഒരേ ഒരു പരിഹാരമാണ് ഈ ലളിതാ സഹസ്രനാമം എന്ന് പറയും. വിഷ്ണു സഹസ്രനാമം എന്ന് പറയുന്നത് നമ്മുടെ അഭീഷ്ടസിദ്ധിക്കാണ്. അപ്പോൾ അഭീഷ്ടസിദ്ധി എന്ന് പറഞ്ഞാൽ നേരെ നിരന്തരമായിട്ട് നമ്മളെ അലട്ടുന്നതായിരിക്കുന്ന പ്രശ്നങ്ങൾ വരുമ്പോൾ 10 പ്രാവശ്യം വിഷ്ണു സഹസ്രനാമം ജപിച്ചു കഴിഞ്ഞാൽ വിഷ്ണു ഭഗവാൻ നമ്മുടെ മുന്നിൽ അങ്ങനെ നിൽക്കും എന്നാണ് പറയാൻ. അപ്പം അതിന് എന്താ കാരണം? വിഷ്ണു ഭഗവാന്റെ നാമങ്ങൾ വിഷ്ണു സഹസ്രനാമം ചൊല്ലിക്കഴിഞ്ഞാൽ ഭഗവാൻ പ്രത്യക്ഷമായിട്ട് അങ്ങനെ നമ്മുടെ മുമ്പിൽ അങ്ങോട്ട് നിൽക്കും. അതാണ് ആ വിഷ്ണു സഹസ്രനാമത്തിൻ്റെയും, വിഷ്ണുവിൻ്റെ നാമങ്ങളാണ് വിഷ്ണു സഹസ്രനാമത്തിൻ്റെയും വിഷ്ണു ഭുജംഗപ്രയാതം എന്നൊരു സ്തോത്രമുണ്ട്. അത് ചൊല്ലിക്കഴിഞ്ഞാൽ ഭഗവാൻ നമ്മുടെ മുമ്പിൽ അങ്ങോട്ട് വന്ന് നിൽക്കും. അപ്പം ആ സമയത്ത് നമ്മുടെ സർവ്വരോഗങ്ങളും ഇല്ലാതായിട്ട് തീരും. അപ്പോൾ രോഗങ്ങളൊക്കെ നശിക്കും. പിന്നീട് നമ്മളെ ഭഗവാൻ കൂട്ടിക്കൊണ്ടു പോകും, ഭഗവാന്റെ ലോകത്തിലേക്ക് കൊണ്ടുപോകും. അത് ആ വിഷ്ണു സഹസ്രനാമത്തിൻ്റെ ആണെങ്കിൽ നമ്മുടെ ഉള്ളിൽ കുടികൊള്ളുന്നതായിരിക്കുന്ന ശക്തിയെ നമ്മൾ ജപിച്ച് നേരെ ഉണർത്തി കഴിഞ്ഞാൽ എന്താണ്? ആ ദേവി നമ്മുടെ എല്ലാ കോശങ്ങളിലൂടെയും കടന്നങ്ങോട്ട് വരും. തൊലിയുടെ ഉള്ളിലും എല്ലാം കടന്ന് നഖങ്ങളിലും ഒക്കെ വന്നിട്ട് നമ്മുടെ ഉള്ളിലുള്ളതായിരിക്കുന്ന 7 ധാതുക്കളുണ്ട്. അപ്പോൾ സപ്തധാതുക്കളിലൂടെ അങ്ങനെ കടന്ന് സപ്തധാതുക്കളെ ഉന്മത്തമൊന്നാക്കിയിട്ട് ഉത്സാഹപ്പെടുത്തിയിട്ട് നമുക്ക് പൂർണ്ണ ആരോഗ്യമുണ്ടാകും. അതാണ് ലളിതാ സഹസ്രനാമത്തിൻ്റെ പ്രത്യേകത. കാരണം അത് നമ്മുടെ ഉള്ളിലുള്ളതായിരിക്കുന്ന ദേവത. അപ്പോൾ അതുകൊണ്ട് ഉള്ളിൽ നേരെ എപ്പോഴും ആ ലളിതാ സഹസ്രനാമത്തിലൂടെ വരുമ്പോൾ അതിൻ്റെ വൈബ്രേഷൻസ് അത് നമ്മുടെ ശരീരത്തിലെ രോഗങ്ങളെ മാറ്റിത്തരുന്നതാണ്. അപ്പോൾ ആ രോഗങ്ങളെ മുഴുവൻ മാറ്റും. ശരീരത്തിലെ ഏതെങ്കിലും ഭാഗം അവയവങ്ങൾ ഏതെങ്കിലും തളർച്ച ഉണ്ടെങ്കിൽ ഈ ലളിതാ സഹസ്രനാമം നിരന്തരമായിട്ട് ജപിച്ചാൽ അത് മാറും. സംസാരശേഷി ഇല്ലാത്തവർക്ക് സംസാരശേഷി കിട്ടും. അപ്പോൾ അത് ശ്രവണം അതേപോലെ തന്നെ
അതേപോലെ ജപവും ഇതെല്ലാം പ്രധാനമായിട്ടാണ് വരിക. അപ്പോൾ ലളിതാ സഹസ്രനാമത്തിനാണ് അതുകൊണ്ട് പ്രാധാന്യങ്ങൾ കൂടുതൽ വന്നിരിക്കുന്നത്. വിഷ്ണുവിനും ലളിതയ്ക്കുള്ള സഹസ്രനാമങ്ങൾക്ക് പ്രാധാന്യം കൂടുതലാണ്. അതേപോലെ തത്തുല്യപ്രധാനമായിരിക്കുന്ന നാമമാണ് ശിവസഹസ്രനാമം എന്നാണ്. അപ്പോൾ ശിവസഹസ്രനാമം സാധാരണഗതിയിൽ നമ്മൾ ഉപാസനാഭാവത്തിൽ ജപിക്കുന്ന സമ്പ്രദായം കേരളത്തിൽ കുറവാണ്. പക്ഷേ കേരളത്തിന് പുറത്ത്, പ്രത്യേകിച്ച് തമിഴ്നാട്, അതേപോലെ ശിവാരാധന ഉള്ളതായിരിക്കുന്ന സ്ഥലങ്ങളൊക്കെ തന്നെ, നേരെ കാശി, ഇവിടെയൊക്കെ തന്നെ ആ ശിവസഹസ്രനാമം ജപിക്കാറുണ്ട് എന്നാണ്. അപ്പോൾ എന്താണ് ശിവസഹസ്രനാമത്തിൻ്റെ പ്രത്യേകത? അപ്പോൾ ശിവസഹസ്രനാമത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മുടെ ഉള്ളിലുള്ളതായിരിക്കുന്ന നേരെ ആ ശിവനെ, നമ്മുടെ ഉള്ളിലൊരു ശിവനുണ്ട്. ആ ശിവനാണ് നമ്മളെ കൊണ്ട് കർമ്മങ്ങളൊക്കെ ചെയ്യിക്കുന്നത്. അപ്പോൾ ആ ശിവനെ നമ്മൾ സാധാരണഗതിയിൽ പല പേരുകളിൽ അറിയപ്പെടും. അപ്പോൾ നമ്മുടെ ഉള്ളിൽ കുടികൊള്ളുന്നതായിരിക്കുന്ന ശിവൻ ശക്തി പ്രാപിക്കുമ്പോഴാണ് ആ ശിവൻ നേരെ ഇങ്ങനെ ശക്തി പ്രാപിച്ചിട്ട് നമ്മുടെ എല്ലാവിധ ഐശ്വര്യങ്ങളും നമുക്ക് ശിവസഹസ്രനാമത്തിലൂടെ ലഭിക്കുന്നതാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നേരെ ആ ശിവസ്ഥാണു എന്ന് തുടങ്ങുന്നതായിരിക്കുന്ന ശിവസഹസ്രനാമങ്ങളുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞാൽ നേരെ ആ ശിവൻ നമ്മുടെ ശരീരാസകലത്തിൽ നേരെ വ്യാപരിച്ചങ്ങനെ വരുന്നതാണ്. അപ്പോൾ വാസ്തവത്തിൽ ശിവസഹസ്രനാമങ്ങൾ എന്ന് പറയുമ്പോൾ വിഷ്ണു സഹസ്രനാമം ഒരേ ഒരു നാമം മാത്രമേ ഉള്ളൂ. അത് മഹാഭാരതത്തിൽ അന്തർഗതമായിരിക്കുന്ന ഭീഷ്മൻ പറഞ്ഞു കൊടുത്തതായിരിക്കുന്ന നാമമാണ്. ലളിതാ സഹസ്രനാമം നേരെ ഭണ്ഡാസുരവധത്തിനായിട്ട് പോയി വിജയശ്രീ ലളിതയായിട്ട് വരുന്ന ദേവിയെ സന്തോഷിപ്പിക്കാനായിട്ട് വശിന്നി ദേവതയും വാഗ്ദേവിയും കൂടിയിട്ട് അങ്ങനെ നേരെ സ്തുതിച്ചതാണ്. അത് ലളിതാ സഹസ്രനാമം ഒന്ന് മാത്രമേ ഉള്ളൂ. ശിവസഹസ്രനാമം 5 ശിവസഹസ്രനാമങ്ങളാണ് നമുക്ക് ലഭ്യതയുള്ളത്. മഹാഭാരതത്തിൽ ആണ് കൂടുതലും. മഹാഭാരതത്തിൽ തന്നെ 3 സഹസ്രനാമങ്ങളുണ്ട്. അതേപോലെ പത്മപുരാണത്തിൽ ഒരു ശിവസഹസ്രനാമമുണ്ട്. അതേപോലെ തന്നെ മറ്റൊരു ശിവസഹസ്രനാമമാണ് സാധാരണഗതിയിൽ മാർക്കണ്ഡേയ പുരാണത്തിലുള്ളത്. അപ്പോൾ ഈ 5 സഹസ്രനാമങ്ങൾ, സ്കന്ദപുരാണത്തിലും ശിവസഹസ്രനാമമുണ്ട്. അപ്പോൾ മിനിമം 5 സഹസ്രനാമങ്ങൾ, പിന്നെ സ്കന്ദൻ്റെ ഉപപുരാണങ്ങളിലൊക്കെ ശിവസഹസ്രനാമങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ശിവസഹസ്രനാമത്തിൻ്റെ പ്രത്യേകത എന്താണ്? ശിവസഹസ്രനാമത്തിൻ്റെ പ്രത്യേകം ശിവനെ ആരാധിച്ചു കഴിഞ്ഞാൽ, ശിവൻ നേരെ സന്തുഷ്ടചിത്തനായി കഴിഞ്ഞാൽ എന്താണ് ഉണ്ടാകുക? നമ്മുടെ മൃത്യുഭയം ഒഴിഞ്ഞു കിട്ടും. അതാണ് കാരണം. നമുക്ക് എല്ലാവർക്കും മരണമുണ്ടെങ്കിലും മരിക്കുമോ എന്നുള്ള ഭയമാണ് മൃത്യുഭയം എന്ന് പറയാം. അപ്പോൾ നമുക്ക് എപ്പോഴും നേരെ വയസ്സാകും തോറും മരണം തൻ്റെ അടുത്തേക്ക് വരുന്നു എന്നുള്ള തോന്നലുണ്ടായിട്ട് മൃത്യുഭയം ഉണ്ടാകുന്ന, അപ്പം മൃത്യുഭയത്തിൽ നിന്നുള്ള മോചനത്തിനായിട്ടാണ് നേരെ ശിവസഹസ്രനാമം. അതുകൊണ്ടാണ് നേരെ വല്ലാതെ രോഗം ബാധിച്ച് കിടക്കുന്ന ആളുകൾ, ഇപ്പോൾ സീരിയസ് ആയിരിക്കുന്ന രോഗം ബാധിച്ച് കിടക്കുന്നു, അല്ലെങ്കിൽ ഓപ്പറേഷന് വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്നു, ക്യാൻസർ തുടങ്ങിയിരിക്കുന്ന രോഗങ്ങൾ കൊണ്ട് വിഷമങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളതായിരിക്കുന്ന ആളുകൾക്ക് നേരെ അടുത്ത് ഇരുന്ന് ശിവസഹസ്രനാമം ജപിക്കുക, അല്ലെങ്കിൽ അവർ സ്വയം ശിവസഹസ്രനാമം ജപിച്ചു കഴിഞ്ഞാൽ എന്താണ്? അവരുടെ ഉള്ളിലുള്ളതായിരിക്കുന്ന ആ ശിവൻ എന്ന് വെച്ചാൽ രോഗമില്ലാത്തവനാണ് ശിവൻ. അപ്പോൾ ആ ശിവൻ പ്രവേശിച്ചിട്ട് രോഗം മുഴുവൻ ഇല്ലാതെയാക്കിയിട്ട് അങ്ങനെ കളയും. അപ്പോൾ അത് ഏത് സഹസ്രനാമമായാലും വിരോധമില്ല. ശിവസഹസ്രനാമം നേരെ 5 എണ്ണം പ്രധാനമായിട്ടുണ്ട്. മഹാഭാരതത്തിൽ തന്നെ 3 എണ്ണം ഉണ്ട്. അപ്പോൾ അത് ഓരോ സമയത്ത് നേരെ ഉപദേശിച്ചു കൊടുക്കുന്നതിനാണ്. വിജയത്തിന് വേണ്ടിയിട്ടാണ് ശിവസഹസ്രനാമം മഹാഭാരതത്തിൽ നേരെ ഉപദേശിച്ചു കൊടുത്തത്. ഒരു സഹസ്രനാമം കൃഷ്ണൻ പറഞ്ഞു കൊടുത്തതാണ്. അപ്പോൾ ശ്രീകൃഷ്ണ പരമാത്മാവ് നേരെ യുധിഷ്ഠിരന് യുദ്ധം ജയിക്കുമ്പോൾ ജയത്തിന് വേണ്ടി പറഞ്ഞു കൊടുത്താണ്. യുദ്ധത്തിൽ പോണ സമയത്ത് യുദ്ധത്തിൻ്റെ മുമ്പിൽ നേരെ മഹാദേവനുണ്ടെങ്കിൽ വിജയം ഉറപ്പാണ് എന്നാണ്. അപ്പോൾ അത് മാത്രമല്ല, നേരെ ശത്രുക്കളുടെ ബാധകളില്ലാതിരിക്കും. അപ്പോൾ ഒരു കർമ്മത്തിന് പോണ സമയത്ത് കർമ്മം ജയിക്കണമെങ്കിൽ ശിവനെ ആരാധിക്കണം. അപ്പോൾ അതിനാണ് ശിവസഹസ്രനാമങ്ങൾ നേരെ ഉള്ളതെന്നാണ്. അപ്പോൾ അതുകൊണ്ടാണ് നേരെ ശ്രീകൃഷ്ണ പരമാത്മാവ് നേരെ പറഞ്ഞു കൊടുത്തു, യുധിഷ്ഠിരന് ശിവസഹസ്രനാമം പറഞ്ഞു കൊടുത്തു. അതേപോലെ ശ്രീകൃഷ്ണ പരമാത്മാവ് അർജുനന് ഉപദേശിച്ചു കൊടുത്തു, സഹസ്രനാമം ഉപദേശിച്ചു കൊടുത്തു. അത് ജപിച്ചിട്ടാണ് പാശുപതാസ്ത്രം നേരെ വാങ്ങിയത്. അപ്പോൾ വിജയത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ശിവസഹസ്രനാമം ആരാധിക്കുക. അപ്പോൾ അതിലേതായാലും കുഴപ്പമില്ല. അതിൽ പൊതുവെ നമുക്ക് എല്ലാവർക്കും പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് പത്മപുരാണത്തിലുള്ളതായിരിക്കുന്ന ശിവസഹസ്രനാമം എന്നാണ്.
അത് നേരെ സ്തുതിപ്രധാനമാണെന്നാണ്. അതാണ് പത്മപുരാണത്തിലെ ശിവസഹസ്രനാമത്തിൽ. അപ്പോൾ നമ ശിവായ ശാന്തായ ശങ്കരായ മഹാത്മനെ, അതാണ് തുടക്കം. അപ്പോൾ നമ ശിവായ ശാന്തായ ശങ്കരായ മഹാത്മനെ എന്നിങ്ങനെ തുടങ്ങും. അപ്പം അങ്ങനെ തുടങ്ങിയിട്ടാണ് നേരെ ആ സാക്ഷാൽ നേരെ ആ ശംഭുവിനെ നേരെ ആരാധിച്ച് തീരുന്നത്. അപ്പോൾ അപ്രകാരമുള്ള മൂർത്തിത്രയങ്ങളിൽ ഏറ്റവും ഉയർന്നതായിരിക്കുന്ന ശിവനെ നേരെ ആരാധിക്കുന്നതാണ്. അപ്പം നമുക്ക് ശിവസഹസ്രനാമം ജപിച്ചു കഴിഞ്ഞാൽ നേരെ നമശിവായ ശാന്തായ, അപ്പോൾ നമുക്ക് പല ഫലങ്ങളാണ്. ഒന്ന്, നേരെ ഒരു യുദ്ധത്തിൽ പോണ സമയത്ത് ആ യുദ്ധം ജയിക്കാനായിട്ട് സാധിക്കും. യുദ്ധം എന്ന് പറയുമ്പോൾ നേരെ ഒരു മത്സരം. പണ്ട് കാലത്തൊക്കെ നേരെ കേസുകളൊക്കെ ഉണ്ടാവും, അതിർത്തി കേസുകൾ, അതേപോലെ തന്നെ സിവിൽ കേസുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഈ തരത്തിലുള്ളതായിരിക്കും ശിവസഹസ്രനാമത്തെ കൊണ്ടുള്ള അർച്ചനകളുണ്ടാവും. അതല്ലെങ്കിൽ നേരെ ഏതെങ്കിലും ഒരു ഉദ്യോഗത്തിൽ നേരെ ഒരു പ്രൊമോഷൻ, ഒരു കമ്പനിയിൽ ജോലി ലഭ്യത കിട്ടണില്ല, എല്ലാ ടെസ്റ്റുകളൊക്കെ പാസ്സായി, പക്ഷേ നേരെ ജോലി കിട്ടണില്ല എന്നാണ് പറയാം. അപ്പോൾ അതൊരു പരീക്ഷണഘട്ടമാണ്. പരീക്ഷണഘട്ടങ്ങളിൽ പരീക്ഷണത്തെ അതിജീവിക്കാനായിട്ടാണ് നമ്മൾ സാധാരണഗതിയിൽ നേരെ ശിവസഹസ്രനാമം ജപിക്കുക. അപ്പോൾ പരീക്ഷണങ്ങളെ നമുക്ക് അതിജീവിക്കാനായിട്ട് സാധിക്കണം, അതിന് ശിവസഹസ്രനാമം ആകാം എന്നാണ്. അപ്പോൾ പരീക്ഷണങ്ങളിൽ നമുക്ക് ജയിക്കാനായിട്ട് സാധിക്കും. അപ്പം അതുകൊണ്ടാണ് ശിവസഹസ്രനാമം പ്രതിസന്ധി ഘട്ടങ്ങളിൽ, പരീക്ഷണ ഘട്ടങ്ങളിൽ, അപ്പോൾ ആ സമയത്ത് ആപത്ത് ഘട്ടങ്ങളിൽ, അല്ലെങ്കിൽ മരണം അടുക്കണു എന്നങ്ങ് തോന്നിക്കഴിഞ്ഞാൽ, മഹാരോഗങ്ങൾ പിടിപെടുന്ന സമയത്ത്, അപ്പോൾ അതാണ് മഹാരോഗങ്ങൾ ഇങ്ങനെ പിടിപെടുന്ന സമയത്ത്, മഹാവിപത്തുകൾ ഇങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ നേരെ ശിവനെ ആരാധിക്കണം എന്നാണ് പറയാം. പ്രത്യേകിച്ച് നേരെ പ്രത്യേകമായ കാലഘട്ടങ്ങളിൽ, അത് ശനിദശ കാലഘട്ടങ്ങളിൽ, അതല്ലെങ്കിൽ നേരെ മറ്റ് ദശാസന്ധികൾ വരുമ്പോൾ ശിവസഹസ്രനാമം ജപിച്ച് അർച്ചിച്ചു കഴിഞ്ഞാൽ നേരെ പൂർണ്ണമായിരിക്കുന്ന രോഗവിമുക്തി ഉണ്ടാവും, അതേപോലെ ഭയം മുക്തി ഉണ്ടാവും, അതേപോലെ നമ്മുടെ കാര്യങ്ങൾ നടക്കുന്നതാണ് പറയാം. അപ്പോൾ ശിവസഹസ്രനാമം ജപിക്കുമ്പോൾ നേരെ അതിന് നേരെ ഒന്നുകിൽ ശിവൻ്റേതായിരിക്കുന്ന ചിത്രമോ അല്ലെങ്കിൽ ശിവലിംഗമോ അതിൻ്റെ മുമ്പിൽ നിന്ന് ജപിക്കണം എന്നാണ് പറയാം. അർച്ചന നിർബന്ധമില്ല, പക്ഷേ ആ ശിവലിംഗമാണെങ്കിൽ ധാര ഒന്ന് ഒഴിച്ചിട്ട് ശിവസഹസ്രനാമം ജപിച്ചാൽ മതി. ശിവൻ്റെ ചിത്രത്തിൻ്റെ മുമ്പിൽ ഇരുന്നിട്ട് ശിവസഹസ്രനാമം ജപിച്ചാൽ മതി. നമ്മുടെ തടസ്സങ്ങളൊക്കെ നീങ്ങിക്കിട്ടും, അതേപോലെ രോഗങ്ങളൊക്കെ നശിപ്പിച്ചു തരും. അപ്പോൾ ആരോഗ്യവാനായിട്ട് വരുന്നതാണ് ശിവസഹസ്രനാമത്തെക്കുറിച്ച് പറയും. അപ്പോൾ 3 സഹസ്രനാമങ്ങളാണ് നമുക്കുള്ളത്. അതുകൂടാതെ നേരെ 28 സഹസ്രനാമങ്ങളാണ്. പൊതുവെ സഹസ്രനാമങ്ങൾ 28 നാമങ്ങളുള്ളതായിട്ടാണ് പറയാം. അപ്പോൾ അതിൽ പിന്നീടുള്ളതാണ് ഗണേശ സഹസ്രനാമം എന്ന് പറയും. അപ്പോൾ ഗണേശ സഹസ്രനാമത്തിനാണ് തടസ്സങ്ങൾ നീങ്ങാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഗണേശൻ സന്തോഷിക്കുന്നത് നേരെ നാമജപത്തിലും ഹോമപ്രദത്തിലാണ്. അപ്പോൾ ഗണേശ ഹോമം നടത്തുമ്പോൾ ആ ഗണേശ സഹസ്രനാമം നേരെ ജപിച്ചു കഴിഞ്ഞാൽ ഗണപതി കൂടുതൽ പ്രസന്നയുക്തനായിട്ട് തീരും. ചില സമയത്ത് നമുക്ക് ഗണപതി ഹോമം നടത്താനായിട്ട് സാധിക്കില്ല എന്നാണ്. അപ്പോൾ എപ്പോഴും ഗണപതി ഹോമം നടത്താനായിട്ട് പ്രയാസം ഉണ്ടെങ്കിൽ എന്ത് വേണം? ഗണേശ സഹസ്രനാമം ഉണ്ട്. അപ്പോൾ ഗണേശ സഹസ്രനാമം നേരെ പ്രത്യേകിച്ച് പല ഗ്രന്ഥങ്ങളിലുള്ളതാണ്. അപ്പോൾ ഗണേശ സഹസ്രനാമം മാർക്കണ്ഡേയ പുരാണത്തിലുണ്ട്, അതേപോലെയുള്ള മറ്റു പുരാണങ്ങളിലെല്ലാം തന്നെ എടുത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഗണേശനെ ആരാധിച്ചിട്ട് തടസ്സമില്ലാതെ മുന്നോട്ട് പോകാം. ഗണപതി ഹോമം ചെയ്യാൻ സാധിക്കാത്ത സ്ഥലത്ത്, ഗണപതി ഹോമം ചെയ്യാൻ സാധിക്കാത്ത സമയത്ത് ഗണേശ സഹസ്രനാമം ഉണ്ട് എന്നാണ്. അപ്പോൾ ആ ഗണേശ സഹസ്രനാമം ജപിച്ചു കഴിഞ്ഞാൽ നമ്മുടെ തടസ്സങ്ങളൊക്കെ നീങ്ങും. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ഗണേശൻ്റെ സഹസ്രനാമം ജപിക്കണം എന്നാണ് പറയുക. അപ്പോൾ ഗണപതിക്കാണെങ്കിലോ, ഗണപതിക്ക് പൊതുവിൽ നിരവധി ഭാവങ്ങളുണ്ട്. അപ്പോൾ ഗണപതിക്ക് പ്രധാനമായിട്ട് അഷ്ടഗണപതിമാരെ കുറിച്ച് പറയും. അഷ്ടഗണപതിമാർക്ക് ക്ഷേത്രങ്ങളുണ്ട്. അത് പൂനെ ഈ ഭാഗത്താണ് അഷ്ടഗണപതിമാരുള്ളത്. അപ്പോൾ അതിൽ നേരെ കച്ചവടക്കാർക്ക് പറ്റിയതായിരിക്കണം ഗണേശ സഹസ്രനാമം. അപ്പോൾ കച്ചവടക്കാർ നേരെ കച്ചവടം ശരിയാകുന്നത് വേണം. അവർ ഒരു കച്ചവടക്കാർക്ക് പറ്റിയതായിരിക്കുന്ന ഗണേശനാണ് ഉച്ഛിഷ്ട ഗണപതി എന്ന് പറയും. ആ ഗണപതിയുടെ പേര് ഉച്ഛിഷ്ട ഗണപതിയാണ്. അതേപോലെ തന്നെ നേരെ ഈ ഏതെങ്കിലും തരത്തിലുള്ളതായിരിക്കുന്ന ആ യുദ്ധം അല്ലെങ്കിൽ എതിർപ്പ് ശത്രുക്കളൊക്കെ ഉള്ളപ്പോൾ വീരഗണപതി എന്നൊരു ഭാവമുണ്ട്, വീരഗണപതി ഭാവമുണ്ട്. പിന്നീട് ലക്ഷ്മി ഗണപതിയുണ്ട്. പണങ്ങൾ കിട്ടാനും പണകാര്യത്തിൽ തടസ്സങ്ങളൊക്കെ വരുമ്പോൾ ലക്ഷ്മി ഗണപതി ആരാധിക്കണമെന്നാണ്. അപ്പോൾ ഉച്ഛിഷ്ട ഗണപതി നമ്മുടെ കച്ചവടക്കാരാണ്. കോമ്പറ്റീഷൻ ഉള്ള സമയത്ത് അപ്പോൾ കോമ്പറ്റീഷനൊക്കെ വരണതായിരിക്കുന്ന ഭാവമുണ്ട്.
കോമ്പറ്റീഷൻ മേഖലയിൽ കച്ചവടക്കാർ ഉച്ഛിഷ്ട ഗണപതിയാണ് ആരാധിക്കുക. പക്ഷേ ഗണേശ സഹസ്രനാമം ചൊല്ലിയിട്ട് ഉച്ഛിഷ്ട ഗണപതി മന്ത്രമുണ്ട്. അപ്പോൾ ഉച്ഛിഷ്ട ഗണപതി മന്ത്രം ജപിച്ച് നടത്തിയാൽ കച്ചവടക്കാർക്ക് നേരെ വിജയപ്രാപ്തി കിട്ടും. അതാണ് ആ ഗണപതിയുടെ ഒരു ഭാവത്തിൽ. പിന്നെ ധനം കിട്ടാനായിട്ടാണ് ലക്ഷ്മി ഗണപതി. പിന്നെ വീരഗണപതി, നമുക്ക് മുന്നോട്ട് യുദ്ധം ചെയ്ത് മുന്നോട്ട് പോകണം, മുന്നോട്ട് തടസ്സങ്ങൾ നീക്കിപ്പോകും, വീരഗണപതിയുണ്ട്. അപ്പോൾ അതേപോലെയുള്ളതായിരിക്കുന്ന അഷ്ടഗണപതിമാർ നമുക്കുണ്ട് എന്നാണ്. അപ്പോൾ 8 ഗണപതിമാർക്ക് കൂടിയിട്ട് ഒരേ ഒരു സഹസ്രനാമേ ഉള്ളൂ. അതാണ് ഗണേശ സഹസ്രനാമ സ്തോത്രം എന്ന് പറയാം. അത് ഗാർഗ മഹർഷി പറഞ്ഞതായിട്ടാണ് പറയാം. അപ്പം അങ്ങനെയുള്ളതായിരിക്കുന്ന ആ സാക്ഷാൽ ഗണേശ സഹസ്രനാമം ഉണ്ട്. അപ്പോൾ തടസ്സങ്ങൾ നീക്കാനും ഒരു ഹോമത്തിലൂടെ നമുക്ക് ചെല്ലാനുള്ളതായിരിക്കുന്ന ബുദ്ധിമുട്ടുകളൊക്കെ ഒഴിവാക്കാൻ ഗണേശനെ എളുപ്പത്തിൽ പ്രസാദിപ്പിച്ച് കാര്യങ്ങൾ സാധിക്കാൻ സഹസ്രനാമ ജപം മതി എന്നാണ് പറയാം. അപ്പോൾ ഗണേശനെ ഇവിടെ കാര്യസിദ്ധിക്കായിട്ട് ഗണേശ സഹസ്രനാമത്തെ ഉപയോഗിക്കാമെന്നാണ് പറയാം. പിന്നീട് നേരെ സുബ്രഹ്മണ്യ സഹസ്രനാമ സ്തോത്രമുണ്ട്. അപ്പോൾ പ്രധാനപ്പെട്ട ആ സഹസ്രനാമ സ്തോത്രങ്ങളിൽ 25 സഹസ്രനാമ സ്തോത്രങ്ങളിൽ പ്രധാനപ്പെട്ടതാണ് നമ്മൾ സ്മരിക്കുന്നത്. പിന്നെ സുബ്രഹ്മണ്യ സഹസ്രനാമ സ്തോത്രം എന്നാണ്. അപ്പോൾ സുബ്രഹ്മണ്യ സഹസ്രനാമ സ്തോത്രം സ്കന്ദപുരാണത്തിൽ രേഖപ്പെടുത്തിയതാണ്. അപ്പോൾ എന്തിനാണ് സുബ്രഹ്മണ്യ സഹസ്രനാമ സ്തോത്രം? സുബ്രഹ്മണ്യ സ്തോത്രം നേരെ 2 കാര്യങ്ങളാണ് സുബ്രഹ്മണ്യ സഹസ്രനാമ സ്തോത്രം ജപിച്ചു കഴിഞ്ഞാൽ. ഒന്ന്, നമ്മുടേതായിരിക്കുന്ന ആ അക്ഷിരോഗ വിനാശന എന്നൊരു പദമാണ് അതിലുള്ളത്. സുബ്രഹ്മണ്യ സഹസ്രനാമത്തിലെ ഒരു നാമത്തിൻ്റെ പേര് തന്നെയാണ് അക്ഷിരോഗ വിനാശനാണ്. അപ്പോൾ കണ്ണിന് നിരന്തരമായ അസുഖം, അപ്പോൾ സാധാരണഗതിയുള്ളതായിരിക്കുന്നത് കൊണ്ട് സാധിക്കുന്നില്ല. അപ്പോൾ നമുക്ക് നേരെ അത് പ്രത്യേകിച്ചുള്ളതായിരിക്കുന്ന കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കില്ല, ധാരയ്ക്ക് നടത്താൻ സാധിക്കില്ല. അപ്പോൾ അക്ഷിരോഗങ്ങളുടെ കണ്ണിനെ സംബന്ധിച്ച രോഗങ്ങൾ നിരവധി ഉണ്ടല്ലോ. അപ്പോൾ നേരെ ഡയബറ്റീസ് വന്നു കഴിഞ്ഞാൽ അത് നേരെ കണ്ണിനെ ബാധിക്കുന്ന, ഡയബറ്റീസ് കഴിഞ്ഞാൽ കണ്ണിലെ ആ ഗ്രന്ഥികളൊക്കെ തന്നെ ചുരുങ്ങും. അപ്പോൾ അത് നേരെ പല പേരുകളിൽ അറിയപ്പെടും. അപ്പോൾ കണ്ണുകൾക്കൊക്കെ നേരെ ആ ഒരു വേദന ഉണ്ടാവും, കണ്ണിൻ്റെ കാഴ്ചയുടെ കുറവൊക്കെ ഉണ്ടാവും. അപ്പോൾ കണ്ണിനെ സംബന്ധിച്ചതായിരിക്കുന്ന എല്ലാ രോഗങ്ങൾക്കും നേരെ അക്ഷിരോഗ വിനാശനൻ എന്നാണ് ആ സാക്ഷാൽ സുബ്രഹ്മണ്യ പറയുക. അപ്പോൾ കഴുത്തിന് മേൽപോട്ടുള്ളതായിരിക്കുന്ന അവയവത്തിന്, കണ്ണിന് പ്രത്യേകിച്ച് നേരെ രോഗമുള്ളവർ സുബ്രഹ്മണ്യനെ സഹസ്രനാമം കൊണ്ട് അർച്ചിക്കണം, അതാണ് വേണ്ടത്. അതേപോലെ സുബ്രഹ്മണ്യൻ്റെ നേരെ മറ്റൊരു ആരാധനയുടെ പ്രത്യേകത എന്താണ്? സുബ്രഹ്മണ്യ സഹസ്രനാമം നമുക്കിപ്പോൾ ലഭ്യമാണ്, അതിൻ്റെ വ്യാഖ്യാനത്തോടു കൂടി തന്നെ ലഭ്യമാണ്. അപ്പോൾ സുബ്രഹ്മണ്യ സഹസ്രനാമം ജപിച്ച മറ്റൊരു ഗുണം എന്താണ്? സുബ്രഹ്മണ്യ സഹസ്രനാമത്തിലെ ഒരു വാക്കാണ്, ആ നാമം ജപിക്കുന്നവർക്കറിയാം. ഒരു വാക്കെന്താണ്? ഷണ്ഡത്വ പരിഹാരക എന്നാണ് പറയുക. ഷണ്ഡത്വ പരിഹാരക എന്ന് പറയും. ഷണ്ഡത്വം ഇല്ലാതെയായിട്ട് തീരും. അപ്പോൾ കല്യാണം കഴിച്ചു കുറേ നാളുകളായിട്ട് കുട്ടികളില്ല, ഡോക്ടർമാരെയൊക്കെ നോക്കിയിട്ട് പറഞ്ഞു അപ്പോൾ പ്രശ്നങ്ങളൊന്നുമില്ല, അപ്പോൾ എല്ലാ കൗണ്ടൊക്കെ ശരിയാണ്, എന്നിട്ടും കുഴപ്പമില്ല, കൗണ്ടിൻ്റെ പ്രശ്നമില്ല. അപ്പോൾ കൃത്രിമമായിരിക്കുന്ന ബീജസങ്കലനമൊക്കെ ചെയ്യുന്ന ആധുനികമായിരിക്കുന്ന വൈദ്യശാസ്ത്രമുണ്ട്. ലക്ഷക്കണക്കിന് രൂപ കൊടുത്തിട്ട് ട്യൂബിൽ സംക്രമിപ്പിച്ചിട്ട് ഗർഭപാത്രത്തിൽ നിക്ഷേപിക്കുന്ന ആ ഒരു സമ്പ്രദായമുണ്ട്. വേറൊരു ട്യൂബിൽ നേരെ കൃത്രിമമായിട്ട് ബീജസങ്കലനം നടത്തി. അപ്പോൾ അത് നമുക്ക് പലപ്പോഴും അവിശ്വാസം വരും, എൻ്റെ ബീജം തന്നെയാണോ എന്ന് സംശയിക്കുന്ന ആളുകളുണ്ട്. പക്ഷെ അങ്ങനെയൊക്കെ വരുമ്പോൾ എന്ത് വേണം? അങ്ങനെയൊക്കെ വരുമ്പോൾ വൈദ്യശാസ്ത്രത്തിന് അതിൻ്റേതായിരിക്കുന്ന ശക്തിയുണ്ട്, സ്വാധീനമുണ്ട്, അതിൻ്റെ ഗുണങ്ങളുണ്ട്. പക്ഷെ എന്നാൽ പോലും നേരെ ഷണ്ഡത്വം പരിഹരിക്കാനായിട്ട്, ഇപ്പോൾ പുരുഷന് സന്താനങ്ങളില്ല, സ്ത്രീക്കും സന്താനങ്ങൾ വരുന്നില്ല. അപ്പോൾ ആ സമയത്ത് നിന്ന് വേണം നിരന്തരമായിരിക്കുന്ന അബോർഷൻ ഉണ്ടാകും. അപ്പോൾ ആ സമയത്ത് നിന്ന് വേണം ഷണ്ഡത്വ പരിഹാരക എന്നാണ് സുബ്രഹ്മണ്യൻ്റെ നാമം. അപ്പോൾ ആ ഷണ്ഡത്വം മുഴുവൻ ഇല്ലാതാക്കും. അപ്പോൾ നിരന്തരമായിട്ട് സുബ്രഹ്മണ്യ സഹസ്രനാമം ജപിച്ചാൽ മതി. പ്രത്യേകിച്ച് ചൊവ്വാഴ്ച ദിവസം, അല്ലെങ്കിൽ കാർത്തിക ദിവസം, അല്ലെങ്കിൽ നേരെ സുബ്രഹ്മണ്യന് പ്രധാനപ്പെട്ടതായിരിക്കുന്ന ആ നക്ഷത്രങ്ങളുണ്ട്, ഷഷ്ടി തിഥി. അപ്പോൾ തിഥി പ്രധാനമാണെങ്കിൽ, തിഥികളാണെങ്കിൽ ഷഷ്ടി തിഥിക്ക് സുബ്രഹ്മണ്യ സഹസ്രനാമം ചെയ്യുക, സുബ്രഹ്മണ്യന് ഒരു പുഷ്പാർച്ചനം ചെയ്യുക, ഒരു പൂവെടുത്തിട്ട് സുബ്രഹ്മണ്യനെ അർച്ചിക്കുക, സഹസ്രനാമം ചൊല്ലുക. ചൊവ്വാഴ്ച ദിവസം സുബ്രഹ്മണ്യന് പ്രിയപ്പെട്ട ദിവസമാണ്. അപ്പോൾ തിഥിപ്രകാരം ഷഷ്ടി, ആഴ്ചപ്രകാരം ചൊവ്വാഴ്ച, നക്ഷത്രപ്രകാരം കാർത്തിക. അപ്പോൾ ഈ 3 ദിവസങ്ങളിൽ കാർത്തിക നക്ഷത്രമോ ഷഷ്ടി തിഥിയോ അതേപോലെ ചൊവ്വാഴ്ചയോ സുബ്രഹ്മണ്യന് നേരെ സഹസ്രനാമം ചൊല്ലി അർച്ചനം ചെയ്താൽ, അപ്പോൾ 1000 നാമങ്ങളെ ചൊല്ലിയിട്ട് അർച്ചനം ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്? നമ്മുടെ ഷണ്ഡത്വങ്ങളൊക്കെ പരിഹാരമാകും. ഒരു 41 ദിവസം എന്നാണ് കണക്കെങ്കിലും
1 വർഷത്തിനുള്ളിൽ സന്താനങ്ങൾ ഉണ്ടാകും എന്നാണ് അതിൻ്റെ ഫലശ്രുതി പറയുക. പലർക്കും ഉണ്ടായിട്ടുണ്ട് താനും. അപ്പോൾ വൈദ്യശാസ്ത്രത്തിലേക്ക് പോയിട്ട് ലക്ഷങ്ങൾ ചെലവാക്കാൻ നിവൃത്തിയില്ല എന്ന് കൃത്രിമമായിരിക്കുന്ന ബീജസങ്കലത്തിന് സാധിക്കുന്നില്ല, മനപ്രയാസമുണ്ട്, അങ്ങനെയുള്ളവർ നേരെ സുബ്രഹ്മണ്യ സഹസ്രനാമത്തെ ആശ്രയിച്ചാൽ മതി. അതാണ് സുബ്രഹ്മണ്യ സഹസ്രനാമത്തിൻ്റെ പ്രത്യേകതയായിട്ട് പറയാം. അപ്പോൾ ഗണേശൻ്റെയും സുബ്രഹ്മണ്യൻ്റെയും ശിവൻ്റെയും അതേപോലെ ദേവിയുടെയും പിന്നീട് സാക്ഷാൽ വിഷ്ണുവിൻ്റെയും സഹസ്രനാമങ്ങൾ കഴിഞ്ഞാൽ പിന്നെ ആളുകൾക്ക് നമുക്കെല്ലാവർക്കും സ്വീകാര്യമായിരിക്കുന്ന സഹസ്രനാമം ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാലാണ് അയ്യപ്പ സഹസ്രനാമം, ഹരിഹരപുത്ര സഹസ്രനാമം എന്നുണ്ട്. അപ്പോൾ ഹരിഹരപുത്ര സഹസ്രനാമം എന്നാണ് അതിൻ്റെ പേര്. അപ്പോൾ ആളുകൾ പറഞ്ഞ് അയ്യപ്പ സഹസ്രനാമം എന്നാക്കും. അപ്പോൾ ഹരിഹരപുത്ര സഹസ്രനാമം എന്തിനാണ്? ഹരിഹരപുത്ര നാമം ചെല്ലുന്നത് സാധാരണ ശനിദോഷങ്ങൾ ഇല്ലാതാക്കാനാണ്. അപ്പോൾ ഹരിഹരപുത്രൻ ശനിദോഷങ്ങൾ നിവാരകനാണ് അയ്യപ്പൻ. അപ്പോൾ ശനിയാഴ്ച ദിവസം ശനിദോഷങ്ങൾ തീർക്കാനായിട്ട് ഹരിഹരപുത്ര സഹസ്രനാമം ജപിക്കാം എന്നാണ്. അപ്പോൾ ഹരിഹരപുത്ര സഹസ്രനാമം ശനിയാഴ്ച ജപിച്ചാൽ ശനിദശാ കാലയളവിൽ ഹരിഹരപുത്ര സഹസ്രനാമം ലഭ്യമാണ്. അപ്പോൾ ഹരിഹരപുത്ര സഹസ്രനാമം നിരന്തരമായിട്ട് ജപിക്കുക. ഹരിഹരപുത്രനെ നേരെ എള്ള് കൊണ്ടുള്ളതായിരിക്കുന്ന നിവേദ്യം സമർപ്പിക്കുക. എള്ള് ശനിദോഷ പരിഹാരമാണ്. അപ്പോൾ എള്ള് നിവേദ്യം സമർപ്പിച്ചിട്ട് ചില സ്ഥലത്ത് എള്ള് പായസാകാം, എള്ളുണ്ടയാകാം, അല്ലെങ്കിൽ എള്ള് ഏതെങ്കിലും തരത്തിലുള്ളതായിരിക്കുന്ന രൂപത്തിൽ നേരെ നിവേദിച്ചിട്ട് നേരെ ശനിദോഷങ്ങൾ തീർക്കാം. അപ്പോൾ കൂട്ടത്തിൽ നേരെ സാക്ഷാൽ അയ്യപ്പ സഹസ്രനാമം എന്ന് പറയപ്പെടുന്ന ഹരിഹരപുത്ര സഹസ്രനാമം എന്നാണ് പറയുക. ആ ഹരിഹരപുത്ര സഹസ്രനാമം ജപിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ശനിദോഷത്തിലുള്ളതായിരിക്കുന്ന എല്ലാ കാലക്കേടുകളും തീർന്നു കിട്ടും. ശനിദോഷ പരിഹാരത്തിനാണ് ഹരിഹരപുത്ര സഹസ്രനാമം നമ്മൾ ജപിക്കുക. പിന്നീട് നേരെ ഇപ്രകാരമുള്ളതായ സഹസ്രനാമങ്ങളുടെ കൂട്ടത്തിൽ സരസ്വതി സഹസ്രനാമമുണ്ട്. സരസ്വതി സഹസ്രനാമം തന്നെയാണ്. അത് വിദ്യാരംഭ കാലഘട്ടത്തിലാണ് ഉപയോഗിക്കുക. കുട്ടികൾക്ക് എഴുത്തിനെഴുത്തുന്ന സമയത്ത് സഹസ്രനാമം കൊണ്ട് സരസ്വതിയെ ആരാധിച്ച് അതിൻ്റെ മുമ്പിൽ നിവേദ്യമൊക്കെ സമർപ്പിച്ചിട്ട് സഹസ്രനാമത്തിന് ശേഷം കുട്ടിക്ക് എഴുത്തിനിരുത്തി കഴിഞ്ഞാൽ അവന് സരസ്വതി കടാക്ഷം ഉണ്ടാകും എന്ന് പറയും. അതേപോലെ ആ പരീക്ഷാകാലം അടുക്കണം. അപ്പോൾ SSLC പരീക്ഷാകാലം വന്നു, +2 പരീക്ഷാഫലം വരണു. അപ്പോൾ അങ്ങനെയുള്ളതായിരിക്കുന്ന പരീക്ഷാ ഫലങ്ങളൊക്കെ വരുമ്പോൾ പരീക്ഷാ കാലയളവിൽ നേരെ സരസ്വതി സഹസ്രനാമം ജപിച്ച് നേരെ ജപിച്ചു കഴിഞ്ഞാൽ കുട്ടിക്ക് ആ സഹസ്രനാമം ജപിച്ച് നെയ്യോ അല്ലെങ്കിൽ തേനോ ജപിച്ചിട്ട് അത് കൊടുത്തു കഴിഞ്ഞാൽ കുട്ടിക്ക് ജപിക്കാൻ കഴിയില്ല. മാതാപിതാക്കൾ ജപിച്ചിട്ട് ആ നിവേദ്യം നേരെ കൊടുത്താൽ സരസ്വതി കടാക്ഷം ഉണ്ടാകും. അതാണ് സരസ്വതി സഹസ്രനാമത്തിൻ്റെ പ്രത്യേകത. ദേവി തന്നെയാണ്, പക്ഷെ ദേവിയുടെ ആ വിദ്യാഭാവമാണ് സരസ്വതി സഹസ്രനാമം എന്ന് പറയും. അപ്പോൾ അതാണ് സരസ്വതി സഹസ്രം. പിന്നെ മറ്റൊരു സഹസ്രനാമമാണ് മഹാലക്ഷ്മി സഹസ്രനാമം എന്ന് പറയും. അത് ദേവി സംബന്ധിയാണ്. മഹാലക്ഷ്മി സഹസ്രനാമം തന്നെയാണ്. മഹാലക്ഷ്മി സഹസ്രനാമം നമ്മൾ ചെല്ലുന്നത് സാക്ഷാൽ വെള്ളിയാഴ്ച ദിവസമാണെന്നാണ്. കാരണം വെള്ളിയാഴ്ച മഹാലക്ഷ്മിക്ക് പ്രധാനം എന്നാണ് പറയുക. അപ്പോൾ വെള്ളിയാഴ്ച മഹാലക്ഷ്മിയുടെ പൂജ, മഹാലക്ഷ്മി സഹസ്രനാമം ചൊല്ലിക്കഴിഞ്ഞാൽ നമുക്ക് ധനധാന്യ സമൃദ്ധി ഉണ്ടാകും. അപ്പോൾ മഹാലക്ഷ്മി സഹസ്രനാമം നേരെ ഇപ്പോൾ ലഭ്യമാണ്. അപ്പോൾ അതേപോലെ തന്നെ അപ്പോൾ എല്ലാവരും ആരാധിക്കാറില്ല. അപ്പോൾ മഹാലക്ഷ്മി സഹസ്രനാമം എന്ന രൂപത്തിൽ തന്നെ മഹാലക്ഷ്മി സഹസ്രനാമമുണ്ട്, അത് നമുക്ക് ആരാധിക്കാം. അപ്പോൾ വെള്ളിയാഴ്ചയാണ് ലക്ഷ്മി സഹസ്രനാമം. സരസ്വതി സഹസ്രനാമം പൊതുവെ ചൊല്ലുന്നത് എപ്പോഴാണ്? ദശമി ദിവസമാണ്. അപ്പോൾ ദശമിക്കാണ് സരസ്വതി, അതായത് ദശമിക്കാണല്ലോ നമ്മൾ എഴുത്തിനിരുത്തുക, വിജയദശമിയാണ്. ദശമി തിഥിയിൽ സരസ്വതിക്കും, വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ലക്ഷ്മിക്കും. അപ്പോൾ വെള്ളിയാഴ്ച പറ്റിയില്ലെങ്കിൽ വെളുത്ത പക്ഷത്തിലെ അഷ്ടമി എന്നാണ് കണക്ക്. അപ്പോൾ വെളുത്ത പക്ഷത്തിലെ അഷ്ടമിക്ക് മഹാലക്ഷ്മി സഹസ്രനാമം ചൊല്ലിയാലും മഹാലക്ഷ്മി ഇവിടെ തന്നെ വന്നിരിക്കും, നമ്മുടെ കൂട്ടത്തന്നെ ഉണ്ടാകും. അതാണ് മറ്റത് അവൻ്റെ നാവിൽ നേരെ സരസ്വതി വിളയാടും. അപ്പോൾ ഈ 2 സഹസ്രനാമങ്ങളുണ്ട്. അതുകൂടാതെ ദുർഗാഭാവത്തിലുള്ളതായിരിക്കുന്ന മഹിഷാസുരമർദ്ദിനി ഭാവത്തിലുള്ളതായിരിക്കുന്ന ദുർഗാ സഹസ്രനാമം നേരെ പലരും ഉപയോഗിക്കാറുണ്ട്. ഉത്തരഭാരതത്തിൽ ദുർഗാരാധന ഉള്ളതായിരിക്കുന്ന സ്ഥലത്ത് ശാക്തേയ ആരാധന കൂടുമ്പോൾ നേരെ ആ മഹിഷാസുരമർദ്ദിനിയെ ഉപാസിക്കാനായിട്ട് ദുർഗാ സഹസ്രനാമം ഉപയോഗിക്കും. കാരണം മഹിഷാസുരമർദ്ദിനിയെ നമ്മൾ ആരാധിച്ചു കഴിഞ്ഞിട്ട് മഹിഷാസുരമർദ്ദിനിയുടെ സ്തോത്രം ജപിച്ച് മന്ത്രം ജപിച്ചു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ ബാധകളും ഇല്ലാതായിട്ട് തരും. കാമക്രോധ ലോഭമോഹ മത മാത്സര്യ അസൂയ ഇതെല്ലാം തന്നെ ഇല്ലാതായിട്ട് തീരും. അതുമാത്രമല്ല മറ്റുള്ളവർ നമ്മളെ നേരെ എതിർക്കണ സമയത്ത്
ആ എതിർപ്പിന് ഇല്ലാതായിട്ട് മാറ്റാൻ സാധിക്കും. അപ്പം ആ കൂട്ടത്തിലാണ് നേരെ ആ സഹസ്രനാമത്തിന് പ്രസക്തി അങ്ങനെ വരിക. അപ്പം അതുകൊണ്ടാണ് ആ സമയത്ത് ദുർഗാ സഹസ്രനാമമാണ് ജപിക്കുക. കാരണം ദുർഗയുടേതായിരിക്കുന്ന അഷ്ടോത്തരമുണ്ട്, ദുർഗാ അഷ്ടോത്തരമൊക്കെ ഉണ്ട്. പക്ഷേ കുറച്ചു കൂടിയിട്ട് ദുർഗയുടെ 10,000 1,00,000 നാമങ്ങൾ ജപിച്ചു കഴിഞ്ഞിട്ട് അർച്ചന ചെയ്ത് കഴിഞ്ഞാൽ നേരെ മഹിഷാസുരമർദ്ദിനിയുടെ ഭാവത്തിലാണ് ദുർഗാ സഹസ്രനാമം നമ്മൾ ജപിക്കുക. അപ്പോൾ ദുർഗാ സഹസ്രനാമങ്ങളും ലഭ്യമാണ്. അപ്പോൾ അത് നേരെ ദുർഗാഭാവത്തിലുള്ളതായിരിക്കുന്ന ദേവിയാണ്. ലളിതാ സഹസ്രനാമം അവിടെ ഇരിക്കുന്ന സാക്ഷാൽ ശ്രീപരമേശ്വരി ആയിരിക്കുന്ന ലളിതാ പരമേശ്വരിയെ കുറിച്ചിട്ടാണെങ്കിൽ ഇത് ദുർഗ എന്ന് പറയുമ്പോൾ ആക്ടിവേറ്റഡ് ഭാവമാണ്. അപ്പം അതുകൊണ്ടാണ് ആക്ടിവേറ്റഡ് ആയിരിക്കുന്ന വാള് കൈ പിടിച്ച് അഷ്ടഭുജങ്ങളിൽ അഷ്ടായുധങ്ങളും പിടിച്ചിരിക്കുന്ന ദേവിയാണ് ദുർഗ. അപ്പം അതുകൊണ്ട് നമുക്ക് അങ്ങനെയുള്ള കഠിനമായിരിക്കുന്ന പ്രശ്നങ്ങളും പരിഹാരങ്ങളും ആവശ്യമുള്ള സമയത്ത് ദുർഗാ സഹസ്രനാമം നമ്മൾ ജപിക്കും. അപ്പം ഇങ്ങനെയാണ് സഹസ്രനാമങ്ങളുടെ ആ ഒരു ഭാവമായിട്ട് പോവുക. അപ്പോൾ അതുകൂടാതെ ഓരോരോ സഹസ്രനാമങ്ങൾ ഇങ്ങനെ പല ഭാവത്തിൽ പ്രധാനമായിട്ട് ദേവീ സംബന്ധമായ സഹസ്രനാമം ഇതാണ്. ശിവസംബന്ധമായിട്ടുണ്ട്, അതിന് 5 സഹസ്രനാമങ്ങൾ ശിവസംബന്ധമായിട്ടുണ്ട്. അത് മഹാഭാരതത്തിലെ ഓരോരോ ഘട്ടങ്ങളിലായിട്ടാണ്. ഒന്ന് യുധിഷ്ഠിരന് പറഞ്ഞു കൊടുക്കുന്ന ഭാവം, ഒന്ന് ശിവനെ ആരാധിക്കാൻ കൃഷ്ണൻ അർജുനനോട് പറഞ്ഞ ഭാവം, അതേപോലെ തന്നെ ഈ ദുർഗയുടെ പൂജ നടത്തണം എന്ന് പറഞ്ഞിട്ട് ദുർഗാ കവചത്തോടു കൂടിയിരിക്കുന്ന സഹസ്രനാമവും നേരെ മഹാഭാരതത്തിൽ ലഭ്യമാണ്. അത് നേരെ സാക്ഷാൽ അവരുടെ ഗുരുവായിരിക്കുന്ന സാക്ഷാൽ ആ മഹർഷി, അതായത് ആ മഹാഭാരതത്തിലുള്ളതായിരിക്കുന്ന പാണ്ഡവന്മാരുടെ ആ ഗുരു നേരെ ധർമ്മപുത്രർക്ക് ഉപദേശിച്ചാണ് ദുർഗാരാധനം വേണം. അപ്പോൾ ദുർഗയുടെ സഹസ്രനാമം പറഞ്ഞിട്ടുണ്ട്. അപ്പം അങ്ങനെ ദേവിമാരുടെ ദുർഗ, സരസ്വതി, അതേപോലെയുള്ളതായിരിക്കുന്ന സഹസ്രനാമങ്ങൾ, പിന്നെ ദുർഗാ സഹസ്രനാമം. ഇത് കൂടാതെയാണ് നേരെ കാളി സഹസ്രനാമം എന്നൊരു നാമമുണ്ട്. അതാണ് ഭദ്രകാളി സഹസ്രനാമം എന്ന് പറയും. ആ ഭദ്രകാളി സഹസ്രനാമം എന്നുള്ളത് സാധാരണ ഭദ്രകാളി സഹസ്രനാമം കൊടുത്തിരിക്കുന്നത് നേരെ ഭദ്രകാളിയുടെ ആ ഗ്രന്ഥങ്ങളിലാണ്. അപ്പോൾ ഭദ്രകാളി മാഹാത്മ്യം എന്നുള്ളതായിരിക്കുന്ന ഗ്രന്ഥമുണ്ട്. അപ്പോൾ അതേപോലെ ഭദ്രകാളി ഉൽപ്പത്തിയും അതേപോലെ ദാരികവധമൊക്കെ ഉണ്ട്. അപ്പോൾ ദാരികവധം കഴിഞ്ഞു വന്നതായിരിക്കുന്ന ഭദ്രകാളിയെ സഹസ്രനാമങ്ങളെ കൊണ്ട് ആരാധിച്ചാൽ നേരെ ആ കാളി സന്തുഷ്ടയുക്തിയായിട്ട് തീരും. അപ്പോൾ സാധാരണഗതിയിൽ എല്ലാവരുടെയും കുടുംബ ദേവത എന്ന് പറയുന്നത് ഭദ്രകാളിയാണ്. അപ്പോൾ ഭദ്രകാളിയാണ് നേരെ കുടുംബത്തിൻ്റെ ആ ശത്രുബാധയൊക്കെ നീക്കി കുടുംബത്തെ ഐശ്വര്യത്തിൽ കൊണ്ടുപോകുന്നത്. അപ്പോൾ ആ ഭദ്രകാളിയുടെ ഭാവമുണ്ട്. ആ ഭദ്രകാളി ഭാവത്തിലിരിക്കുന്നതായിരിക്കുന്ന ആ ദേവിയാണ് ഭദ്രകാളി സഹസ്രനാമത്തിലെ കാളി സഹസ്രനാമം എന്നാണ് പറയുന്നത്. അപ്പോൾ കാളി സഹസ്രനാമം തന്നെ ആ കാളിയുടെ ആ സഹസ്രനാമം ജപിച്ച് അർച്ചന ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്, നമുക്ക് നേരെ കുടുംബത്തിൻ്റെ ഐശ്വര്യം ഉണ്ടാകും. അതേപോലെ ആരും നമ്മളെ ഒന്ന് ഉപദ്രവിക്കില്ല. നമുക്ക് എല്ലാവിധ ആ ആയുരാരോഗ്യ സൗഖ്യങ്ങളും കിട്ടുന്നതാണ് കാളി സഹസ്രനാമം എന്ന് പറയും. അതാണ് ഭദ്രകാളി സഹസ്രനാമം എന്ന് പറയും. അതിൽ ഭദ്രകാളി സഹസ്രനാമത്തിൽ തന്നെ നേരെ 2 തരത്തിലുള്ള സഹസ്രനാമമുണ്ട്. ഒന്ന് കകാരത്തിൽ തുടങ്ങുന്ന കാളി സഹസ്രനാമമുണ്ട്. 2 തരത്തിലാണ്. അപ്പോൾ എല്ലാം കായിലാണ് തുടങ്ങുക. അപ്പോൾ കാ വെച്ചിട്ടാണ് തുടങ്ങുക. അപ്പോൾ അങ്ങനെ കാ വെച്ച് തുടങ്ങും. അതില്ലാതെ ഭദ്രകാളി സഹസ്രനാമമുണ്ട്. അപ്പോൾ അങ്ങനെ ഭദ്രകാളി സഹസ്രനാമം ഏതെങ്കിലും ഉണ്ടെങ്കിലും ഭദ്രകാളിയെ ദാരുകവധം കഴിഞ്ഞു തന്നെ ഭദ്രകാളിയെ സങ്കല്പിച്ചുകൊണ്ട് ഈ ഭദ്രകാളി സഹസ്രനാമം ജപിച്ചു കഴിഞ്ഞാൽ പിന്നെ കുടുംബത്തിൽ യാതൊരു ദോഷങ്ങളുണ്ടാവില്ല. അതേപോലെ ഐശ്വര്യം ഉണ്ടാകും. അപ്പോൾ അതേപോലെ ദേവി നമ്മുടെ കുലദേവത പ്രസന്നയാകുന്നതാണ്. സാധാരണ നമുക്ക് മൂലദേവത, ഭരദേവത ഇതൊന്നും നമുക്ക് നിശ്ചയം ഉണ്ടാവില്ല. അപ്പോൾ ഇതൊന്നും നിശ്ചയമില്ലാത്ത ആൾക്കാരുണ്ട്. അപ്പോൾ വർഷങ്ങളായിട്ട് നേരെ വിദേശത്ത് കുടിയേറിയിട്ട് അവിടെ തന്നെ സെറ്റിൽ ചെയ്ത ആൾക്കാർക്ക് തങ്ങളുടെ മൂലദേവതയൊന്നും അറിയില്ല. അപ്പം അങ്ങനെ വരുമ്പോൾ ഇത് വേണം. അപ്പോൾ അവർക്ക് വേണ്ടത് എന്താണ്, ഈ ഭദ്രകാളി സഹസ്രനാമം. ഇപ്പോൾ കുറേ വർഷങ്ങളായിട്ട് നേരെ ബ്രിട്ടീഷ് പൗരത്വം എടുത്ത ആൾക്കാരുണ്ട്, അതേപോലെ കനേഡിയൻ പൗരത്വം എടുത്ത ആൾക്കാരുണ്ട്. അവർക്കൊന്നും മൂല കുടുംബത്തിൽ ദേവി അറിയില്ല. പക്ഷെ അവിടെ അവർക്ക് പ്രശ്നങ്ങളുണ്ടാവും. അവർ വിദേശത്ത് പ്രശ്നം ഉണ്ടാകുമ്പോൾ എന്ത് വേണം, അപ്പോൾ അവർക്ക് കുടുംബദേവതയാണെന്ന് ഒരു പിടി ഉണ്ടാവില്ല, ബന്ധുക്കളും നാട്ടിലുണ്ടാവില്ല. അപ്പോൾ അവർ കാളി സഹസ്രനാമം ജപിച്ചാൽ മതി എന്നാണ് പറയുന്നത്. കാളി സഹസ്രനാമം ജപിച്ചാൽ ഭരദേവത നമ്മുടെ കുടുംബദേവത പ്രസാദിക്കും. ആ കുടുംബദേവത ആ ഗ്രഹത്തിൽ കുടികൊള്ളും. അതാണ് കാളി സഹസ്രനാമത്തിൻ്റെ പ്രത്യേകത. ഇങ്ങനെ സഹസ്രനാമങ്ങളുടേതായിരിക്കുന്ന
ആ എണ്ണങ്ങൾ ഇങ്ങനെ ധാരാളം സഹസ്രനാമങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ടതായിരിക്കുന്നതാണ് ദേവീ സംബന്ധം, വിഷ്ണു സംബന്ധം, അതേപോലെ ശിവസംബന്ധം ആയിരിക്കുന്ന സഹസ്രനാമങ്ങൾ. അപ്പോൾ നേരെ ലളിതാ സഹസ്രനാമം ഇതിൻ്റെ എല്ലാം മൂതയായിട്ടൊരു യോഗമാർഗ്ഗമാണ്. ലളിതാ സഹസ്രനാമം ദേവതാപ്രീതി മാത്രമല്ല, അത് യോഗസംബന്ധമാണ്. അതുകൊണ്ടാണ് നമ്മുടെ ഉദ്ദിഷ്ട കാര്യങ്ങൾക്കുള്ളതായിരുന്ന സഹസ്രനാമങ്ങൾ. ഈ സഹസ്രനാമങ്ങൾ കാളി സംബന്ധം, ദുർഗാസംബന്ധം, സരസ്വതി പ്രധാനം, മഹാലക്ഷ്മി പ്രധാനം, പിന്നെ ശിവപ്രധാനം. ശിവൻ്റെ തന്നെ നേരെ പല ഭാവത്തിലുള്ളതായിരിക്കുന്നതാണ് ഓരോ സഹസ്രനാമങ്ങളും. യുദ്ധത്തിന് സമയത്ത് വേറെ, അതേപോലെ ശാന്തി കിട്ടാൻ വേറെ. അപ്പോൾ അതെല്ലാം 5 സഹസ്രനാമങ്ങൾ ശിവൻ്റെ ഉണ്ട്. അപ്പം അങ്ങനെയുള്ളതായിരിക്കുന്ന സഹസ്രനാമങ്ങൾ നേരെ നമ്മൾ ആരാധിച്ചു കഴിഞ്ഞാൽ ദേവതാ പ്രീതി നമുക്ക് വളരെ എളുപ്പമാണ്. അപ്പം എന്താ കാരണം? എല്ലാ ദേവതമാരെയും ആരാധിക്കാനും പൂജിക്കാനും നമുക്ക് സമയത്തിൻ്റെ ലഭ്യതയുണ്ട്. അപ്പോൾ സമയത്തിൻ്റെ ലഭ്യത വരുമ്പോൾ അതിന് ബുദ്ധിമുട്ട് വരും. അപ്പോൾ നമുക്ക് നേരെ വീട്ടിൽ തന്നെ ഇരുന്ന് രാവിലെ ഒരു അരമണിക്കൂർ ചിലവഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഉദ്ദിഷ്ടമായ കാര്യങ്ങൾക്ക് അതിന് പറ്റിയതായിരിക്കുന്ന ദേവതയുടെ സഹസ്രനാമങ്ങൾ ജപിച്ചാൽ മതി. അതിനുശേഷം ഒന്ന് നമസ്കരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കാര്യങ്ങളൊക്കെ നടക്കും. അതാണ് ഈ സഹസ്രനാമങ്ങളുടെ പ്രത്യേകതയായിട്ട് പറയാനുള്ളത്.